LDF ഭരിക്കുന്ന ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കരുവന്നൂരിനേക്കാൾ വലുതായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇരയായതാവട്ടെ വൃദ്ധരും രോഗികളും ഉൾപ്പെടെ നിരവധി പേർ. വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസ് ചെയ്യുന്ന മേലെ ചിന്നാർ സ്വദേശി മറിയമ്മ മാത്യുവിന് നഷ്ടമായത് എത്രയാണെന്നറിയാമോ? 30 ലക്ഷം രൂപയാണ്. നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ ഡയാലിസിസ് തന്നെ മുടങ്ങിയതായി മറിയമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. 30 ലക്ഷം രൂപ കൊല്ലത്തെ പലിശ കൂട്ടിയത് 31 ലക്ഷം രൂപ. പൈസ ചോദിക്കുമ്പോൾ എന്താ അവര് പറയുന്നത്? ഇപ്പം ഇല്ല, പിന്നെ ഗ്രാൻസായിട്ട് പിന്നെ എവിടുന്നേലൊക്കെ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞു. തരുന്നില്ല പൈസ. തരാമെന്ന് പറഞ്ഞാൽ മതിയോ, പൈസ തരുന്നില്ല. കാലാവധി കഴിഞ്ഞപ്പോൾ പൈസ ചോദിക്കാൻ തുടങ്ങിയതാ. തരാം ഫണ്ടില്ല, ഫണ്ട് വരട്ടെ എന്ന് പറയും. ഒരു കൊല്ലത്തേന് ഇട്ടാ. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പുതുക്കുകയോ ഇല്ല. ഇപ്പോഴത്തെ പ്രസിഡന്റ് പലിശ തരികയല്ല, മുതൽ തരാമെന്ന്. എന്നാന്നൊരു ഡേറ്റും പറയുന്നില്ല. ഡയാലിസിസ് ചെയ്യുന്ന ഒരെണ്ണേ ചെയ്യുന്നുള്ളൂ, 2 എണ്ണം ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 ചെയ്യുന്നുള്ളൂ. പൈസ ഇല്ല, സ്വർണ്ണമെല്ലാം പണയം വെച്ചു. ഡയാലിസിസ് മുടങ്ങിയ ഒരു പേഷ്യൻ്റാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 30 ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. തീർന്നില്ല, പപ്പടമുണ്ടാക്കി വിറ്റ് ഉപജീവനം നടത്തുന്ന രാജേന്ദ്രൻ പിള്ളയ്ക്കും ഭാര്യ സുഭദ്രയ്ക്കും നിക്ഷേപം തിരികെ ലഭിച്ചില്ല. മരുന്നിന് വേണ്ടിയിട്ട് പൈസ ആവശ്യം വന്നേ. പൈസ ചോദിച്ചപ്പോൾ അവിടെ പൈസ വന്നാൽ അവർ പൈസ തരുമെന്നല്ലാതെ തരാമെന്ന് പറയുമല്ലാതെ പൈസ ഇല്ല എന്ന് അവർ പറയുന്നു. പപ്പടം തീർത്ത് കൊണ്ടാടുന്ന വിറ്റതാണ്. ആഴ്ച 3 ദിവസം 4 ദിവസം പോകും. ഇപ്പോൾ കാലിനൊക്കെ വേദനയായിട്ട് ഇന്ന് 2 ദിവസമായിട്ട് ഇറങ്ങി പോകുന്നില്ല എങ്ങും വിൽക്കാൻ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഓണത്തിന് പപ്പടം കൊടുത്താൽ ഞങ്ങൾക്ക് 10 രൂപ 12 രൂപയുടെ പപ്പടമാണ് വാങ്ങിക്കാൻ അനുസരിച്ച് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേറെ പൈസയ്ക്ക് മാർക്കം ഉണ്ടെങ്കിൽ ആ പൈസ അവിടെ അങ്ങോട്ട് ഡിപ്പോസിറ്റ് ആക്കിയിട്ട് വെക്കുകയുള്ളൂ. വാങ്ങി ഒന്നായിട്ട് നമ്മൾ പൈസ ഇട്ടതല്ല. പപ്പടം വിറ്റ് നടന്ന് പപ്പടം കൊണ്ട് വിറ്റ് ഉണ്ടാക്കിയ പൈസ കൊണ്ട് തോപ്രാംകുടി സഹകരണ ബാങ്കിലിട്ടു. അവിടെയാണ് അവന്മാരത് അടിച്ചുകൊണ്ട് പോയത്. ആലോചിച്ച് നോക്കൂ, തീർന്നില്ല. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി പണം ചോദിച്ചിട്ട് പോലും ലഭിച്ചില്ലെന്ന് നിർധന കുടുംബം പറയുന്നു. അവരുമായിട്ട് ബന്ധപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഓണച്ചന്തയുണ്ട് ബാങ്കിൻ്റെ. അന്നേരം പപ്പടത്തിന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ പപ്പടം കൊടുത്തു. പപ്പടം കൊണ്ട് അവർ ഓണത്തിന് എടുക്കുന്ന 6000 രൂപ 7000 രൂപയുടെ പപ്പടമാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പണിക്കൂലിൽ എന്തെങ്കിലും 10 രൂപ കിടക്കട്ടെന്ന് വെച്ചാൽ ഈ 1000 രൂപ 2000 രൂപ വെച്ച് നമ്മൾ കൊണ്ട് അവിടെ നിശ്ചയിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കിട്ടുന്നതിൽ ഉപരി 200 300 500 ഒക്കെ കൊണ്ടിട്ട് അങ്ങനെ 3.5 ലക്ഷം രൂപ അവിടെ ഉണ്ടാക്കിയത്. എനിക്ക് ഇനി 40,000 രൂപ അങ്ങനെ എനിക്ക് കിട്ടാനുണ്ട്. ഈ 3.5 ലക്ഷം രൂപയുടെ പലിശ കിട്ടാനുണ്ട്. ആവശ്യത്തിന് വേണ്ടിയാണ് ചെന്നല്ലേ? ആവശ്യത്തിന് എനിക്ക് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. അറ്റാക്കിന് ഞാൻ ആവശ്യത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് കിടന്നപ്പോൾ എൻ്റെ കുടുംബത്തിന് 3 വട്ടം ഓട്ടോയും വിളിച്ച് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞ് ഞാനും ഇവിടുന്ന് 4 വട്ടം ചെന്നു പറഞ്ഞു ചേട്ടാ പൈസ തരാം, ഒരാഴ്ച 2 ആഴ്ച കഴിയട്ടെന്ന് പറയും സെക്രട്ടറി പറയും. പക്ഷേ നമ്മളൊരു വിശ്വാസമാണല്ലോ, ആ ഒരു വിശ്വാസത്തിൽ എന്നെ പറ്റിച്ചു. സാധാരണക്കാരായ മനുഷ്യരാണ്. 10,000 മുതൽ 1 കോടി രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട് 200-ലധികം പേർ. അതേസമയം ബാങ്കിൽ 1.5 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, പണ്ടുള്ളവരൊക്കെ പറയുന്നൊരു പ്രാക്കുണ്ട്, കുമാരന് കുണം പിടിക്കൂല എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രയോഗം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല. എന്നാൽ പോലും ഈ ഡയാലിസിസ് ചെയ്യാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന വീട്ടമ്മ, പപ്പടം വിറ്റ് നടന്ന് കാശുണ്ടാക്കിയ ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഇവർക്ക് ഹൃദയ ആരോഗ്യത്തെ ഇപ്പോൾ പരിപാലിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മറ്റൊരു മനുഷ്യൻ, ഇവരുടെയൊക്കെ പണമാണ് ഈ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് കരുവന്നൂരിനേക്കാൾ വലിയ തട്ടിപ്പാണ്. അതായത് എണ്ണത്തിൻ്റെ കാര്യത്തിലല്ലെങ്കിലും ഇവിടെയും ഒരുപാട് പേർ ഇരകളായിത്തീർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് രാഹുൽ സുരേഷ്? ഡോക്ടർ, ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളൂ. നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ കണ്ണിൽ ചോരയില്ലാത്ത പണിയാണ് ഈ സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൽ പാവപ്പെട്ട വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാമാണ് ഈ പൈസ അവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവിടെ ഡെപ്പോസിറ്റായി ഇടുകയും ചെയ്തത്. അതിൽ പരാതിക്കാരായ 3 പേരുടെ പ്രതികരണം മാത്രമാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളൂ. കൂടുതൽ ആളുകളെ നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. പക്ഷേ
അവസ്ഥ, ജീവിതാവസ്ഥ ഏറ്റവും പരിതാപകരമെന്ന് തോന്നിയ 3 പേരുടെ പ്രതികരണമാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഭദ്രാമ്മയുടെയും രാജേന്ദ്രൻ പിള്ളയുടെയും കാര്യം തന്നെയാണ്. അവരെ നോക്കാനായി മക്കളില്ല. ഓരോ ദിവസവും പപ്പടം കൈകൊണ്ട് ഉണ്ടാക്കി വീടുകളിൽ കയറി, കാടും മലയൊക്കെയുള്ള വീടുകളിൽ കയറി ഓരോ ദിവസവും പപ്പടം വിറ്റുണ്ടാക്കുന്ന 100ഉം 500ഉം 1000ഉം 2000 രൂപയൊക്കെ കൊടുത്ത ഡെപ്പോസിറ്റാണ് അവർക്ക് തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ 2 പേരും രോഗികളാണ്. ഓരോ മാസവും അവർക്ക് ചികിത്സയ്ക്കായി 20,000 രൂപ വരെ ആവശ്യം വരികയും ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് രാജേന്ദ്രൻ പിള്ളയും സുഭദ്രാമ്മയും ഉള്ളത്. അതുകൂടാതെ മറ്റൊരു പ്രതികരണം കേട്ടത് മേലെച്ചിന്നാർ സ്വദേശിയായിട്ടുള്ള മറിയാമ്മയുടെ കാര്യമാണ്. അവർ 28 ലക്ഷം രൂപയായിരുന്നു ഈ ബാങ്കിൽ ഒരു വർഷത്തെ ഡെപ്പോസിറ്റായി ഇട്ടത്. അവർക്ക് ഈ ക്യാൻസർ രോഗത്തെ തുടർന്ന് ഇപ്പോഴും ചികിത്സ ആവശ്യമായി വരുന്നുണ്ട്. 2 ഡയാലിസിസ് ആണ് ഓരോ മാസവും ചെയ്യേണ്ടി വരുന്നത്. കയ്യിലുള്ള സ്വർണവും വീട്ടിലുണ്ടായിരുന്ന പണവും എല്ലാം ഇതുവരെയുള്ള ചികിത്സയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ട്. പക്ഷേ 28 ലക്ഷം രൂപയിൽ കുറച്ച് പണമെങ്കിലും നൽകുകയാണെങ്കിൽ, തിരികെ ലഭിക്കുകയായിരുന്നെങ്കിൽ ആ പലിശ വേണ്ട, ആ മുതൽ മാത്രം മതി, ആ പൈസ കിട്ടുകയാണെങ്കിൽ തൻ്റെ ചികിത്സ നടത്താമെന്നായിരുന്നു മറിയാമ്മ എന്ന അമ്മ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ പരിതാപകരമായ കാര്യത്തിലേക്കാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ചുകൊണ്ട് 1 കോടി രൂപ, അതായത് 10,000 രൂപ മുതൽ 1 കോടി രൂപ വരെ അവിടെ നിക്ഷേപിച്ച 200-ലധികം ആളുകളാണ് ഇപ്പോഴും 1 രൂപ പോലും തിരികെ ലഭിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പരാതി ഈ കാര്യത്തിൽ പുറത്തു വന്നതോടുകൂടി എന്തെങ്കിലും ആ മുതലെങ്കിലും തിരിച്ച് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരും ആ പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ മാന്യമായിട്ടുള്ള പ്രതികരണമാണ് ബാങ്ക് ഭരണസമിതിയും അവിടുത്തെ ജീവനക്കാരും പറയുന്നത്. പക്ഷേ എന്ന് പൈസ തിരികെ ലഭിക്കും എന്നതിൽ ഒരു വ്യക്തതയും ഒരു പ്രതികരണവും കൃത്യമായി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ വൃദ്ധരായ, ഈ രോഗികളായിട്ടുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ നമ്മളുടെ ഭാഗത്തുനിന്നും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഒരു തോപ്രാംകുടി സർവീസ് ബാങ്കിൽ പറഞ്ഞതുപോലെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് പ്രേക്ഷകരെ കാണിക്കണം, അധികാരികളെ കാണിക്കണം. LDF ആണ് അവിടെ ഭരണസമിതി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരെണ്ണത്തിനെയും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന പോലെ ഇമാരൊക്കെ കുളം പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ പണം ഡയാലിസിസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പണമാണ്. ഈ പപ്പടം ഉണ്ടാക്കി നടന്ന് വിറ്റ് കാല് തേഞ്ഞ് കാല് വേദന എടുത്തിരിക്കുന്ന അമ്മയാണ് പറയുന്നത്. ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടാലേ ഇവരെങ്ങനെ രക്ഷപ്പെടുക ഈ പണം കൊണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. തട്ടിയെടുത്ത മനുഷ്യരാണ്. എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും അല്ലേ?